ഹായ്, എല്ലാവർക്കും സൺഷൈൻ ടൈൽസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നല്ല, ഒരു എൻ്റെ തന്നെ സ്കിൻ കെയർ റുട്ടീനാണ്. ചിരിക്കാൻ കാര്യം വേറൊന്നല്ല, എൻ്റെ അല്ലാണ്ട് വേറൊരാളുടെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് അതങ്ങനെ പറഞ്ഞപ്പം എന്റെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച് ചിരിച്ചു പോയതാട്ടോ. എന്റെ അല്ലാണ്ട് വേറെ ആരുടെ ചെയ്യാനാന്ന് ഓർത്തിട്ട്. എനിക്ക് സ്കിൻ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒത്തിരി പ്രൊഡക്ട്സുകളൊന്നും ചെയ്തിട്ടല്ല ചെയ്യാറുള്ളത്. എൻ്റെ ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് ചെയ്യുന്നത് മാത്രം. പക്ഷെ എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്റെ സ്കിൻ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ഐബ്രോസ് ചെയ്തിട്ടില്ല, കണ്ണിലൊന്നും ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അത് ലിപ്സ്റ്റിക് അല്ല ഇട്ടിരിക്കുന്നത്, ലിപ്പ് ലൈനർ തന്നെ ലിപ്സ്റ്റിക് ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. മുഖത്തൊന്നും ചെയ്തിട്ടില്ല ഞാൻ. അത് മാത്രമല്ല, എനിക്ക് എന്റെ സ്കിന്നും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓർത്തു എന്റെ കുഞ്ഞു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങളെയും കൂടെ കാണിക്കാന്നുള്ളത്. പക്ഷെ സ്കിൻ കെയർ റൂട്ടീനും സ്കിൻ കെയറിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ സമയം എടുത്തിട്ടാണ് സ്കിൻ കെയർ ചെയ്യാറുള്ളത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോന്റെ താഴെ ഇട്ടേക്കാം. ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കേട്ടോ. യൂഷ്വലി ചെയ്യാറുള്ളത് തീരെ ചെറിയൊരു സ്കിൻ കെയർ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു. ആരും റിക്വസ്റ്റ് ഒന്നും ചെയ്തിട്ടല്ല കേട്ടോ, എനിക്ക് തന്നെ ചെയ്യണം എന്ന് തോന്നി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം അത്. അപ്പൊ അതൊന്ന് ഷൂട്ട് ചെയ്ത് ഇടാന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെ കൂടെ 5 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്കൊരു 5 പേരെയും കൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ആരാന്നറിയില്ല, എന്നാലും ഒത്തിരി താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തതിന്. പിന്നെ വേറെന്താ പറയാനുള്ളത്, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ.